സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടിരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ രാമാവതാരമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. പായസം വിഭജിച്ച് കൊടുത്തതിൻ്റെ ഫലമായി അവർ ഗർഭിണികളായി പത്നിമാർ രാമപുത്രനായിട്ട് ശ്രീരാമനും കൈകേയിപുത്രനായിട്ട് ഭരതനും സുമിത്രാപുത്രന്മാരായിട്ട് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ഉണ്ടായി. ഇപ്പോൾ ബാലകാണ്ഡമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ ബാലകാലത്തെ ചേഷ്ടകളെ വർണ്ണിക്കണു. കോദണ്ഡീ കൗശികസ്യ കൃതുവരമവിദും ലക്ഷ്മണേനാനുയാദോ യാദോസ്താദവാച മുനികഥിത മനുദ്വന്ദ്വ ശാന്താധ്വഖേദ നൃണാം പ്രാണായ ബാണേർ മുനിവചനബലാത്താടകാമ്പാടയിത്വാ ലബ്ധാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം. ഹേ ദേവ, ത്വം നമ്മുടെ അണ്ടർസ്റ്റുഡാണ്, അങ്ങ്. താതവാച, അച്ഛൻ്റെ വാക്കിനെ അനുസരിക്കുന്നവനായിട്ട് എന്തു ചെയ്തു? കൗശികസ്യ കൃതുവരമവിധം. കൗശികൻ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കായിക്കൊണ്ട് ആദ്യം ദശരഥൻ മടിച്ചു. വളരെ കാലമായിട്ടുണ്ടായിട്ടുള്ള പുത്രന്മാരാണ്, എങ്ങനെയാണ് ഈ 16 വയസ്സ് പ്രായമുള്ള ഒരു രാക്ഷസന്മാരെ നേരിടുക? ദയവ് ചെയ്തിട്ട് അത് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദശരഥൻ വല്ലാതെ ദുഃഖിച്ചു. അവസാനം വസിഷ്ഠൻ ഉപദേശിച്ചു, എന്തായാലും പറഞ്ഞയച്ചോളൂ, അങ്ങയുടെ പുത്രന്മാരെ കേവലം അങ്ങയുടെ പുത്രന്മാരായിട്ട് അങ്ങ് കാണണ്ട, അവർ ജഗദീശ്വരന്മാരാണ്. മാരീചനല്ല, സുബാഹുവല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ആളെ രാവണനെ കൊല്ലാൻ പോണ ആളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വാമിത്രൻ ചോദിച്ചാൽ അങ്ങ് അയച്ചോളൂ, അതുകൊണ്ട് നല്ല കാര്യങ്ങളുണ്ടാവും എന്ന് വസിഷ്ഠൻ ഉപദേശിച്ചപ്പോൾ എന്ത് ചെയ്തു? പുത്രാരാമ പൊക്കോളൂ. അങ്ങനെ ലക്ഷ്മണനോട് കൂടിയിട്ട് താതവാച, അവിടെയും താതവാച, ഇനി വനവാസത്തിനും താതവാച തന്നെയാണ്. താതൻ്റെ വാക്കിനാൽ കൗശികസ്യ കൃതുവരം അവിധം രക്ഷിക്കാനായിക്കൊണ്ട് പോയി. ഇവിടെ വിശ്വാമിത്രൻ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വാൽമീകി. ആ കഥയൊന്നും അധ്യാത്മരാമായണത്തിലില്ല. എങ്ങനെയാണ് ഗംഗ ഉണ്ടായത്? ഈ ഗംഗയും യമുനയും കൂടി ഇങ്ങനെ കൂടുന്ന കളകള ശബ്ദം കേട്ടപ്പോൾ രാമനെല്ലാം അറിയുന്നവനാണ് കേട്ടോ. ചോദിക്കുക, മഹർഷി എന്താ ഈ ശബ്ദം കേൾക്കണം? ഈ രണ്ട് ജലവും കൂടിയിട്ട് ചേരുമ്പോൾ ഓളം വെട്ടുന്ന ശബ്ദമാണ് രാമ കേൾക്കണം. ഏകനെ വായിക്കുമ്പോൾ കണ്ട പ്രതീതി ഉണ്ടാവും നമുക്ക്. അതിൻ്റെ കഥയുണ്ട്, ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കൗസല്യ കർത്തവ്യം ദൈവമാന്യകം. രാത്രി കഥയൊക്കെ പറഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി വെളിച്ചമായിട്ട് ഉണത്തുകയാണ്. കൗസല്യ സുപ്രജ രാമ, കൗസല്യാപുത്രനായിട്ട് രാമ എഴുന്നേൽക്കൂ, പ്രഭാത കർമ്മങ്ങൾ ചെയ്യൂ. മുനി വിളിച്ചുണത്തുകയാണ്. ഭഗവാനെ പള്ളി ഉണർത്താനുള്ള ഭാഗ്യം കിട്ടി വിശ്വാമിത്രനാണ്. അത് സുപ്രഭാതത്തിലേക്ക് എടുത്തതാണ്. അല്ലെ ആത്മീരാമായണത്തിലത്തെ വരിയാണത്. ആ കഥകളൊക്കെ പറഞ്ഞ് കൗശികസ്യ കൃതുവരം അവിധം കോദണ്ഡീ ലക്ഷ്മണേന, കോദണ്ഡം കയ്യിൽ പിടിച്ച് ലക്ഷ്മണേനാനുയാത മുനികഥിതമനുദ്വന്ദ്വശാന്താത്മഖേദ. രാമ, വിശപ്പും ദാഹവും ഇല്ലാതാവാനുള്ള മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബലയും പുനരതിബലയും, ബല അതിബല, ഈ രണ്ട് മന്ത്രം എന്തൊക്കെ വിദ്യയെ പണ്ട് കണ്ടുപിടിച്ചിരിക്കുന്ന അറിയോ? രോഗം വരാതിരിക്കാൻ, വിശപ്പില്ലാണ്ടിരിക്കാൻ, ഉറക്കത്തെ ജയിക്കാൻ, ഇതിനൊക്കെ മന്ത്രം ഉണ്ടാകുന്ന. ഉറക്കം വരണ്ടെന്ന് വിചാരിച്ചാൽ ഉറക്കാണ്ട് വരില്ല, വരണം തോന്നിയാൽ വരും ചെയ്യും. ഇതിനൊക്കെ പണ്ട് യോഗിയും മന്ത്രവും ഉണ്ടെന്നാണ് പറയണം. പണ്ടത്തെ വിദ്യ എത്തിയിടത്തൊന്നും എവിടെയും സയൻസ് എത്തിയിട്ടില്ല. അതാണ് പറഞ്ഞത് ബലയും പുനരതിബലയും. ഇത് നിങ്ങൾക്ക് എല്ലാ ബലവും കിട്ടും, വിശപ്പോ ഉണ്ടാവില്ല. എത്ര നേരം വേണച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാനും ശത്രുക്കളെ ശക്തന്മാരെ നേരിടാനും ബലയും പുനരതിബലയും ഉപദേശിച്ചു കൊടുത്തു. കോദണ്ഡം എന്ന് പറഞ്ഞാണ് രാമൻ്റെ വില്ലിന് പേര്. കോദണ്ഡീ ലക്ഷ്മണേന അനുയാത യാതഭൂ
മുനികഥിത മനു ദ്വന്ദ്വശാന്താത്വകേത ദ്വന്ദ്വശാന്താത്വകേത എന്ന് പറഞ്ഞാൽ ദ്വന്ദ്ങ്ങളെ ജയിക്കാനുള്ള പലതരത്തിലുള്ള മന്ത്രങ്ങളും വിദ്യകളും പറഞ്ഞു കൊടുത്തത് എന്നർത്ഥം. മനുഷ്യരക്ഷയ്ക്കായി മഹർഷി പറഞ്ഞതനുസരിച്ച് എന്നർത്ഥം. ഉപദേശിച്ച 2 മന്ത്രം, ബലയും അതിബലയും. ഇന്ന് എന്താ ഉണ്ടാവുക? ചൂടും ഉണ്ടാവില്ല, തണുപ്പും ഉണ്ടാവും. ഫാനും വേണ്ട, എ സിയും വേണ്ട എന്നാണ്. തണുപ്പിനെയും സഹിക്കാം, ചൂടിനെയും സഹിക്കാം, സുഖത്തെയും സഹിക്കാം, ദുഃഖത്തെയും സഹിക്കാം, വിശപ്പ് സഹിക്കാം, എല്ലാറ്റിനെയും സഹിക്കാനുള്ള കഴിവ് ബല അതിബല അതുകൊണ്ടുണ്ടാവും. ദ്വന്ദ്വശാന്താത്വഖേദ, ദ്വന്ദ്ങ്ങളെ ജയിക്കാൻ ശാന്തി ചെയ്യാനുള്ളതിനെ പഠിപ്പിച്ച്, ഖേദത്തെ ഇല്ലാതാക്കാൻ പഠിപ്പിച്ച് പല അസ്ത്രങ്ങളും വിശ്വാമിത്രൻ അവർക്ക് ഉപദേശിച്ച് കൊടുത്തു. അസ്ത്രങ്ങളുടെ പേര് ഒക്കെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഐഷീകം, ശീത എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അസ്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. വിശ്വാമിത്രൻ അസ്ത്രങ്ങൾ ഉണ്ടാക്കാനും പഠിച്ചിട്ടുണ്ട് എന്നാണ്. ഉണ്ടാക്കുകയും ചെയ്യും, അത് മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യും. ഉപദേശിച്ച് അത് പ്രയോഗിച്ചാൽ ഉപസംഹരിക്കാനും മന്ത്രമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോരില്ലേ. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾ, അസ്ത്രങ്ങളുടെ ഒരു ഉസ്താദ് എന്ന് പറയാം വിശ്വാമിത്രനെ. അതെല്ലാം പഠിപ്പിച്ച് ആ താടകയെ വധിച്ചു. ആർക്കും വധിക്കാൻ പറ്റാണ്ട് കിലോമീറ്റർ കണക്കിന് വഴി മുടക്കി കിടക്കുകയാണ് ഈ താടക. സുന്ദന്തി നന്ദന്തി ഒക്കെ അവർ പറയാ ഭർത്താവാണെന്നും പുത്രനായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ അവർ ഇങ്ങനെ താടകയുടെ ജനനടക്കമുള്ളതൊക്കെ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. താടക എന്തായാലും വഴി മുടക്കി സജ്ജനങ്ങളെ ഉപദ്രവിച്ച് ഇവൻ ശരിക്കും യക്ഷിയായിരുന്നു എന്നാണ് ഇവൾ. പിന്നെ ശാപം കൊണ്ട് അഗസ്ത്യനെ ഉപദ്രവിക്കാൻ പോയപ്പോൾ നീ രാക്ഷസിയായിട്ട് പോ, മകനായിട്ടുള്ള മാരീചനും രാക്ഷസനായിട്ട് പോകുമെന്ന് പറഞ്ഞു ശപിച്ചതാണ്. നൃണാം ത്രാണായ ബാണേർ, ബാണങ്ങളെ കൊണ്ട് ആ താടകയെ വധിച്ചു. വിശ്വാമിത്രൻ വധിക്കാൻ പറഞ്ഞു. സ്ത്രീയാണ് എന്ന് വിചാരിച്ചിട്ട് വധിക്കാതിരിക്കേണ്ട രാമ. വധിക്കപ്പെടേണ്ടവർ വധിക്കപ്പെടുക തന്നെ വേണം. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ബലാത് ബാണേർ താടകാം പാടയിത്വ, താടകയെ പിളർന്ന് വധിച്ച്. സുബാഹുവിനെ വധിച്ചു. മാരീചനെ കടലിലേക്ക് തട്ടി കാലുകൊണ്ട്, ഫുട്ബോൾ തട്ടണ പോലെ. അസ്ത്രം കൊണ്ട് കേട്ടോ, അസ്ത്രം കൊണ്ടാണ് അയച്ചത്, കാലുകൊണ്ടല്ല. ആ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ മാരീചൻ എത്രയോ കിലോമീറ്റർ കണക്കിന് ടിക്കറ്റ് എടുക്കാതെ സമുദ്രത്തിൽ എത്തിച്ചേർന്നു. ചിലവൊന്നും ഉണ്ടായില്ല, ഓട്ടോറിക്ഷയും വേണ്ടി വന്നില്ല, വാഹനവും വേണ്ടി വന്നില്ല. കുറേ കഴിയുമ്പോൾ എവിടെ എത്തിയിരിക്കുന്നു താൻ? സമുദ്രത്തിൽ. അപ്പം രാവണൻ ഈ മായാമാനിൻ്റെ വേഷം കെട്ടി പോവാൻ പറയുമ്പോൾ മാരീചൻ പറയുന്നുണ്ട്, രാവണ രാജാവെ അങ്ങേക്ക് പറയാൻ എളുപ്പമാണ്. രാമൻ്റെ അസ്ത്രത്താൽ ഞാൻ സമുദ്രത്തിലേക്ക് ഫുട്ബോൾ തെറിക്കണ പോലെ തെറിച്ച കാര്യം എനിക്കേ അറിയുള്ളൂ, അങ്ങേക്ക് അറിയില്ല. ആ രാമനോടുള്ള കളി തീക്കളി ആയതുകൊണ്ട് ആരാണ് ഇത് ഉപദേശിച്ചത്? സീതയെ കൊണ്ടുവരാമെന്ന് ചോദിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മാരീചൻ ഇത് ഓർക്കുകയാണ്. കാരണം ഈ ഇത്ര കിലോമീറ്റർ സമുദ്രത്തിൽ കൊണ്ടേ തള്ളിയിട്ട കഥ മറക്കുമോ ആരെങ്കിലും? നമ്മുടെ നൃണാന്ത്രാണായ ബാണേർമുനി വചനബലാത് താടകാമ്പാടയിത്വ, താടകയെ പിളർന്ന് മാരീചനെ ദ്രാവയിത്വ ഓടിച്ചു. മാരീചനെ വധിച്ചിട്ടില്ല, ദ്രാവയിത്വ ഓടിക്കുക. അവിടുന്ന് ഓടിക്കുക, നിഷ്കാസനം ചെയ്യുക. ദ്രാവയിത്വ എന്നൊക്കെ അർത്ഥം പറയാം. അവിടുന്ന് ഓടിച്ച് നിഷ്കാസനം ചെയ്ത് സുബാഹുവിനെ വധിച്ചു. എന്നിട്ടോ ലത്ബമാദസ്ത്രജാലം, പലവിധ അസ്ത്രജാലങ്ങൾ, അസ്ത്രങ്ങളുടെ കൂട്ടം വിശ്വാമിത്രനിൽ നിന്ന് രാമൻ കൈക്കലാക്കി. അസ്മാത് അസ്ത്രജാലം ലബ്ധ്വ, അസ്മാത് വിശ്വാമിത്രനിൽ നിന്ന് പലതരത്തിലുള്ള അസ്ത്രങ്ങൾ കൊടുത്തു. ഇതൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരത്തിൽ വരും എന്ന് പറഞ്ഞ വിശ്വാമിത്രൻ പലവിധ അസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ടോ സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമ, സിദ്ധാശ്രമം എന്ന് പറയുന്ന അവിടത്തേക്ക് പോയി എന്നാണ്. ദിവ്യാസ്ത്രങ്ങളെ സ്വീകരിച്ച് സിദ്ധാശ്രമം എന്ന വിശ്വാമിത്രൻ്റെ തപോവനത്തിൽ എത്തിച്ചേർന്നു. വാമനമൂർത്തി അവിടെ തപസ്സിരുന്നിരുന്നു എന്നൊക്കെ പറയും. അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. കോദണ്ഡീകവിശികസ്യ കൃതുവരമഭിതൻ ലക്ഷ്മണേനാനുയാതോ
യാതോ ഭൂസ്താതവാച മുനി കഥിതമനുദ്വന്ദ്വശാന്താത്വഖേദ. ദ്വന്ദ്വശാന്താത്വഖേദങ്ങൾ ഇല്ലാതാക്കുന്ന അതിബലയും. ആ പേരിവിടെ പറഞ്ഞിട്ടില്ല. നൃണാം ത്രാണായ ബാണേർമുനിവചനബലാത്. മുനിയുടെ വാക്കുകൊണ്ട് ലഭിച്ച ബലം കൊണ്ട് താടകയെ കീറി മുറിച്ചു. താടകാമ്പാടയിത്വ, പിന്നെ അസ്ത്രങ്ങൾ ലഭിച്ചു. ലത്മാസ്മാതസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം. അവിടെ നിന്ന് സിദ്ധാശ്രമത്തിലേക്ക് പോയി. മാരീചന്ദ്രാവൈത്വ മകശിരസിശരേർ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുറുവന്നഹല്യാം പതിപതരജസാ പ്രാപ്യ വൈദേഹഗേഹം ബിന്ദാനച്ചാന്ദ്രചൂടം ധനുൻ അവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാത്വം ത്രിപിരപിശസമം പ്രാതൃവീര്യൈ സദാരി. ഇവിടെയാണ് ബാലകാണ്ഡം കഴിയണത്. 3 ശ്ലോകം കൊണ്ടാണ് ബാലകാണ്ഡ സംഗ്രഹശക്തി ഭട്ടതിരിയുടെ പ്രത്യേകം തന്നെയാണ്. ബാലകാണ്ഡം ഇവിടെ അവസാനിക്കണം. മാരീചന്ദ്രാവൈത്വ, മാരീചനെ ഓടിച്ചു കടലിലേക്ക്. മകശിരത്തിശരേരന്യരക്ഷാംസി നിഘ്നൻ, 14,000 രാക്ഷസന്മാരെ കൂടി ഇല്ലായ്മ ചെയ്യേണ്ട. അന്യരക്ഷാംസി നിഘ്നൻ, മറ്റ് രാക്ഷസന്മാരെ നിഗ്രഹിച്ചു. പിന്നീട് പ്രതിജ്ഞ ചെയ്യണം കേട്ടോ അവിടെ. മകശിരസിരക്ഷയരന്യരൊക്കെ അരണ്യകാണ്ഡത്തിലാണ് അവരെയൊക്കെ വധിക്കണത്. ഇവിടെ ബാക്കി ചില രാക്ഷസന്മാരുണ്ടായിരുന്നു, അവരെ വധിച്ചു എന്നേ പറഞ്ഞിട്ട് മറ്റിടത്തേക്ക് എത്തണമുള്ളൂ. അതായോ അരണ്യകാണ്ഡത്തിലാണല്ലോ പ്രതിജ്ഞ ചെയ്യണതും കരദൂഷണ ശിരസുകളെ വധിക്കണതൊക്കെ. അവരല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അവരല്ലാത്ത ചില അന്യരക്ഷാംസി നിഘ്നൻ വധിച്ചിട്ട്. പിന്നെയോ കല്യാം കുറുവൻ അഹല്യാം പതിപതരജസ പ്രാപ്യ വൈദേഹദേഹം. നല്ലൊരു ആശ്രമം കണ്ടപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, മഹർഷി ഇത് ഏതാണ് ആശ്രമം? അവിടെ ജന്തുജാലങ്ങളൊന്നും കാണാനില്ല, വളരെ ശാന്തമായിട്ടിരിക്കുന്നു. അഹല്യ ഗൗതമ മഹർഷിയും കൂടി തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് രാമ ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് രാമായണത്തിൽ കാണാം. ഇന്ദ്രൻ ഈ അഹല്യയെ പ്രാപിക്കാൻ വന്നു. ഗൗതമൻ്റെ വേഷത്തിൽ വന്നിട്ട് അഹല്യയെ പ്രാപിച്ചു എന്നാണ് ചിലർ പറയുക. പക്ഷെ അത് ശരിയല്ല എന്നാണ് വാൽമീകി പ്രകാരം. ഇന്ദ്രൻ്റെ വേഷത്തിൽ തന്നെ വേഷം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രനാണെന്ന് അറിഞ്ഞു എന്നാണ്. അറിഞ്ഞിട്ട് തന്നെയാണ് അഹല്യ പ്രാപിച്ചത്. കാരണം വാൽമീകി രാമായണത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുറേ കാലമായിട്ട് അങ്ങയായിട്ട് സംഗമിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എന്നാണ് അതിനുള്ള അവസരം വന്നത് എന്ന് അഹല്യ പറഞ്ഞു. അപ്പോൾ അഹല്യ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് വാൽമീകി രാമായണ പ്രകാരം നമുക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഗൗതമ മഹർഷി ശപിക്കാൻ സാധ്യതയില്ല. ഇത്രയും വലിയ ശാപം കൊടുക്കില്ലല്ലോ. കല്ലായിട്ട് ഒരുപാട് കാലം അവിടെ കിടക്കാൻ പറഞ്ഞു എന്നാണ്. കല്ലാവാൻ ശപിച്ചിട്ടില്ല. അത്രേ കല്ലാവാൻ പറഞ്ഞിട്ടില്ല. ആരാലും അറിയപ്പെടാതെ വളരെ വർഷം മഞ്ഞ് മഴ മുതലായിട്ടുള്ളത് കൊണ്ട് അവിടെ കിടക്കാനാണ് പറഞ്ഞത്. കല്ല് എന്നൊരു വാക്ക് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റത് കല്ലാവട്ടെ എന്ന് നമ്മൾ പറയണു. അധ്യാത്മ രാമായണത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം പാഷാണാംഗിയായിട്ട് കിടക്കാമെന്ന്. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. എന്തായാലും രാമൻ ത്രേതായുഗത്തിൽ വരുമ്പോൾ രാമൻ്റെ പാദസ്പർശം കൊണ്ട് നിനക്ക് ശാപമോക്ഷം കിട്ടി, ഞാനുമായിട്ട് വീണ്ടും സംഗമിക്കുന്നുവെന്ന് ശപിച്ചതാണ്. ആ അഹല്യയെ പാദസ്പർശം കൊണ്ട് രക്ഷിച്ചു. കല്യാം കുറുവൻ അഹല്യാം, അഹല്യയെ ശുദ്ധയാക്കി തീർത്ത്. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഏത് പാപം ഇല്ലാണ്ടായിരിക്കുക, ഏത് പാപമാണ് പോവാതിരിക്കുക. സർവ്വപാപവും പോയവളായി തീർന്ന് ഭഗവാനെ സ്തുതിച്ചുല്ലേ. അഹോ കൃതാർത്ഥോസി ജഗന്നിവാസത്തെ. നല്ലൊരു സ്തുതിയൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അഹോ കൃതാർത്ഥയായി നിന്നെ കാണുക മൂലം. അത്രയുമല്ല ചൊല്ലാൻ നല്ലൊരു അഹല്യ സ്തുതി, നല്ലൊരു സ്തുതിയാണ്. പതിപതരജസാ പ്രാപ്യ വൈദേഹഗേഹം. അതിനുശേഷം ജനക മഹാരാജാവിൻ്റെ അവിടെ മിഥിലയിലേക്ക് പോയി. മിഥിലാഗമനം. ബിന്ദാന ചന്ദ്രചൂടൻ സ്ഥാപിച്ചതായിട്ടുള്ള ത്രയംബക വില്ലെടുത്ത് കൊലച്ചു. ആർക്കും സാധിക്കാത്തതാണ്. ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് 8 ചക്രം ഉള്ള ഒരു പേടകത്തിൽ ഒരു വണ്ടിയിൽ വെച്ചിട്ടാണ് വില്ല് കൊണ്ടുവന്നതെന്നൊക്കെ പറയണു. അത് ഉരുട്ടി കൊണ്ടുവന്നു. വില്ലെടുക്കാമോ കുലയ്ക്കാമോ? വിശ്വാമിത്രൻ ചോദിച്ചു. എല്ലാം ആവാം എന്ന് ജനകൻ പറയലും അവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ.
അനവധി രാജാക്കന്മാർ പരാജയപ്പെട്ട ആ കാര്യം രാമൻ നിർവഹിച്ചു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ. ശബ്ദം കേട്ട പെട്ടെന്ന് പാമ്പുകൾ പേടിച്ച് പിന്മാറുന്നത് പോലെ എല്ലാ രാജാക്കന്മാരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ഈ രാമൻ 16 വയസ്സിൽ ആ വില്ല് അപാരമായിട്ടുള്ള ത്രമ്പകം എടുത്ത് കൊലച്ചു. സീതയെ വിവാഹവും കഴിച്ചു. ഇന്ദിരാമേവ ലബ്ധ്വ. ആരാണ് സീത? സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയാണ്. ഇന്ദിരാമേവ ലബ്ധ്വ രാജ്യം പ്രാതിഷ്ഠതാസ്തും ത്രിഭിരവിജസമം ഭ്രാതൃവീര്യൈ സദാരൈ. തൻ്റെ 3 സഹോദരന്മാർ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ, മാണ്ഡവി, ശുതകീർത്തി, ഊർമിള എന്നിവരെയും വിവാഹം കഴിച്ചു. 4 കന്യകമാർ എനിക്കുണ്ട് കൊടുപ്പാൻ, അല്ലേ? 4 പുത്രന്മാർ നിനക്കും ദശരഥനോട് ജനക മഹാരാജാവ് പറയുന്നുണ്ട്. അവരെയൊക്കെ ഇവിടെ തന്നെ വെച്ച് വിവാഹം കഴിക്കുക. ജാതകം നോക്കിയിട്ടില്ല കേട്ടോ. 4 പുത്രിമാരുടെ ജാതകം നോക്കിയെന്ന് അവിടെ പറയണില്ല. പഴയ കാലത്തൊന്നും ജാതകം നോക്കലുണ്ടായിട്ടില്ല എന്നാണ്. ലക്ഷ്മണ സ്വയംവരത്തിലില്ല, പാഞ്ചാലി സ്വയംവരത്തിലില്ല, സീതാ സ്വയംവരത്തിലില്ല, രുക്മിണി സ്വയംവരത്തിലില്ല. അവിടെ ഒന്നും ജാതകം നോക്കിയിട്ടില്ല. അത് പിന്നീട് വന്ന ഒരു കാര്യമാണ്. പിന്നീട് വന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് അർത്ഥമില്ല. ആദ്യം ഉണ്ടായിരുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. രാജ്യം പ്രാതിഷ്ഠതാർത്ഥം ത്രിഭിരഭിജ സമം ഭ്രാതൃവീര്യൈ സദാരൈ. സദാരൈ തൻ്റെ പത്നിമാരാൽ അതാത് സഹോദരന്മാരും രാമനും അയോധ്യയിൽ താമസിച്ചു സുഖമായിട്ട് കഴിഞ്ഞു. വഴിക്ക് പരശുരാമനെ കാണുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.